ഹായ് ഫ്രണ്ട്സ്, അമ്മൂസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നല്ല മഴ പെയ്തുകൊണ്ട്, രാത്രി നല്ല മഴ പെയ്തുകൊണ്ട് തന്നെ ഒരുപാട് മാങ്ങ വീണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഐറ്റം ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യം മാങ്ങ തോലൊക്കെ ചെത്തിയിട്ട് ഒരു പാത്രത്തിലേക്ക് നുറുക്കിയിട്ട് കൊടുക്കുക. അത്യാവശ്യം നല്ല പഴുത്ത മാങ്ങയാകുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു ഉരുളിയിലേക്ക് ഇതൊക്കെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചിട്ട് ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇത്രയും ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഉരുളി എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ചുവട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പെട്ടെന്ന്. അപ്പോൾ അത് വെച്ചിട്ട് അത് നല്ല പോലെ തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് തേങ്ങാപ്പാലാണ് കേട്ടോ. ഒരു തേങ്ങയുടെ പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. അതിലേക്ക് ആ ഒരു കപ്പിൻ്റെ അളവിൽ തന്നെ ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നൈസായിട്ടുള്ള അരിപ്പൊടിയാണ്. ഇനിയിപ്പോൾ കോൺഫ്ലോർ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി നല്ലപോലെ കട്ടയൊന്നും ഇല്ലാതെ മിക്സാക്കി എടുത്തിട്ട് നമ്മുടെ ഈ ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അടിയിൽ ഇങ്ങനെ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് നല്ലപോലെ ഈ മാങ്ങയായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി കൈവിടാതെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇനി കുറച്ച് നേരത്തെ ഒരു പ്രോസസ്സ് തന്നെയാണ്. അത് അടി പിടിക്കാതെ നല്ല പോലെ ഇളക്കി എടുക്കണം. ഇത് നല്ല പോലെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല പോലെ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് അത് കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ മാങ്ങയുടെ ഈ സമയമൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. എന്നാലും കുറച്ച് നേരം ഇളക്കുന്ന ഈ ഒരു പണി മാത്രമേ ഉള്ളൂ. അല്ലാതെ വലിയ സംഭവങ്ങളൊന്നും ആവശ്യമില്ല, എളുപ്പമാണ് കേട്ടോ. അത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. എനിക്ക് വെളിച്ചെണ്ണയാണ് കുറച്ച് മാങ്ങയിലോട്ട് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കണം. അത് ആ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്ന രീതിയിൽ കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് തന്നെ മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കറുത്ത മുന്തിരി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അതാകുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഷോ ഉണ്ടാവും കേട്ടോ, ഒന്നുകൂടി ഭംഗി ഉണ്ടാവും. എൻ്റെ കയ്യിൽ മഞ്ഞ മുന്തിരിയേ ഉള്ളൂ. അപ്പോൾ അതാണ് ഞാൻ അത് ചേർത്ത് കൊടുത്തത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് സിമ്മിലിട്ടിട്ട് നല്ലപോലെ വീണ്ടും ഇതുപോലെ തന്നെ ഇങ്ങനെ വറ്റിച്ചെടുക്കാം. ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അല്ലെങ്കിൽ അതിലൊക്കെ ഇങ്ങനെ കട്ട പോലെ പിടിക്കും. അപ്പോൾ അത് നമ്മുടെ ഉണ്ടാക്കുന്ന ഐറ്റത്തിന് രുചിയും ടേസ്റ്റൊക്കെ മാറ്റം വരും കേട്ടോ. അപ്പോൾ അതല്ലെങ്കിൽ അതിലിങ്ങനെ കട്ട പിടിച്ചിട്ട് കാണും. അപ്പോൾ അതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഏത് സമയവും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഈ മാങ്ങയുടെ സമയത്ത് ഈ ഒരു ഐറ്റം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നല്ല പോലെ ഇത് വറ്റി വരുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചോറ്റ് പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് നമുക്കിത് അതിലേക്ക് വാങ്ങി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂണിൽ കുറച്ച് സ്പൂണിൻ്റെ പുറകിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഈ പാത്രത്തിലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. വേറെ ട്രേകളൊക്കെ ഉണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ചോറ്റുപാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിലോട്ടാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. നല്ല പോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ഫുഡ് കവർ വെച്ചിട്ട് നമുക്കിത് മൂടി വയ്ക്കാം. അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ടായാലും മതി. അതിലേക്ക് ആവിവെള്ളം വീഴരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സംഭവത്തിൻ്റെ ടേസ്റ്റ് മാറും. അത് പെട്ടെന്ന് നാശമാവാനൊക്കെ കാരണമാവും. അപ്പോൾ അതുകൊണ്ടൊരു പ്ലേറ്റ് എടുത്ത് നമുക്കതിലേക്ക് ഇത് ഡീമോൾഡ് ചെയ്തിട്ട് എടുക്കാം. സൂപ്പർ ടേസ്റ്റുള്ള ഒരു അലുവയാണ് കേട്ടോ. അത്യാവശ്യം നല്ല സോഫ്റ്റാണ്. ഒരുപാട് ബലമില്ല. എനിക്ക് ഒരുപാട് ബലം ഉണ്ടാവുന്നത് എനിക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇത്രയാണ്. ഒന്നുകൂടെ വറ്റിച്ചെടുത്ത് നല്ല ബലമുള്ളതാവും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം. എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക് യു.